സോ ഗായ്സ്, ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇളനീർ പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഇളനീരിന്റെ കാമ്പും വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിക്കുക, ജ്യൂസ് ആക്കി എടുക്കുക. എന്നിട്ട് ഈ കാണുന്ന ചൈന ഗ്രാസ് നമ്മൾ ഇളനീർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഈ ഒരു ഇളനീരിന്റെ കാമ്പ് നമ്മൾ മാറ്റി വെക്കുക. പിന്നെ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ജ്യൂസിലേക്ക് നമ്മൾ പാല്, മിൽക്ക് മെയ്ഡ്, പഞ്ചസാര, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മധുരം എത്രയാണോ വേണ്ടെന്ന് വെച്ചാൽ അത്രയും ഇട്ടിട്ട് നന്നായിട്ട്, അല്ലെങ്കിൽ മിഠായി മേറ്റ് ഓപ്ഷൻ. അതെ, ഓവർ തിളച്ച് പൊങ്ങേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ചൂടായാൽ മതി. അതേ അപ്പുറത്തെ സ്റ്റവ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ചൈന ഗ്രാസും ഇളനീർ വെള്ളം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചില്ലേ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി മെൽറ്റ് ആക്കുക. അതിനുശേഷം ഇത് രണ്ടും സൈഡ് ബൈ സൈഡ് ആയിട്ട് ഓവർ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ചൈന ഗ്രാസ് ഇളനീർ വെള്ളത്തിൽ ഇട്ടത് നമ്മൾ ക്യൂബ് ആക്കാൻ വേണ്ടി ഫ്രീസറിലേക്ക് വെച്ചു. ബാക്കി വന്നത് നമ്മൾ എന്ത് ചെയ്തു, ജ്യൂസും പാലോടെ ചേർത്ത് മിക്സിയിലേക്ക് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഇളനീരിന്റെ ആ ഒരു ജെല്ലി പോലത്തെ ഫോം നമ്മൾ ആ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിനകത്തേക്ക് ഇതൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് കാമ്പ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക. പിന്നെ നമ്മളത് ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യാൻ വെക്കുക. ഒരു സെമി സോളിഡ് ആ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് പുഡിംഗ് ഉണ്ടാവുക. പിന്നെ രാവിലെ എണീറ്റിട്ട് ഇതേപോലെ എടുത്തിട്ട് നമ്മള് കഷ്ണാക്കി വെക്കും, കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ താഴെ വീണിട്ട് കഴിക്കാൻ പാടില്ല. ജെല്ലി ഫോമില് കിട്ടും നമുക്ക്. കഴിക്കാനൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട്. ഈ കാണുന്ന ഈ ഒരു ഭംഗി പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് കടിക്കാനായിട്ട് ആ ഒരു ക്യൂബ്സ് ഉണ്ടായിരുന്നു, ആ ഒരു ഇളനീരിന്റെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. ഞാനും ടേസ്റ്റ് നോക്കി, അത് കഴിഞ്ഞിട്ട് അപ്പൂച്ചിയും ടേസ്റ്റ് നോക്കി, അച്ഛനും അമ്മയ്ക്ക് ടേസ്റ്റ് നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു ഇത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.